നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു ദിവസത്തിലേക്ക്, പുതിയൊരു പ്രഭാതത്തിലേക്ക്, പുതിയ പ്രതീക്ഷകളിലേക്ക് സ്വാഗതം. ഓരോ ദിവസവും തുടങ്ങുമ്പോൾ നമ്മൾ വളരെ ശുഭപ്രതീക്ഷയോടെയൊക്കെ തുടങ്ങും. പക്ഷേ ചില ദിവസങ്ങളിൽ നമ്മളെ ഒരുപാട് വിഷമിപ്പിക്കുന്ന അനുഭവങ്ങളുമായിട്ടായിരിക്കും ആ ദിവസം കടന്നു പോകുക. പിറ്റേന്ന് വീണ്ടും നമ്മൾ പ്രതീക്ഷയോടെ തുടങ്ങും. ഇന്നലെ അതുപോലൊരു അനുഭവമായിരുന്നു കൊല്ലം തേവലക്കര സ്കൂളിലുണ്ടായത്. നമ്മുടെ സ്കൂളുകളിലേക്ക് കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുമ്പോൾ വളരെ സുരക്ഷിതത്വം ഉണ്ടാവും അവർക്കവിടെ എന്ന പ്രതീക്ഷയിലാണ് വിടുന്നത്. പക്ഷേ ഇന്നലെ ഉണ്ടായത് വളരെ വളരെ ഞെട്ടിക്കുന്ന ഒരു അനുഭവമായിരുന്നു. തേവലക്കരയിൽ 13 വയസ്സുള്ളൊരു കുഞ്ഞ് ഷോക്കേറ്റ് മരിക്കുക സ്കൂളിൽ നിന്ന് എന്ന് പറയുന്നത് വലിയ വിഷമമുള്ളൊരു കാര്യമായിരുന്നു. ഇന്നും വലിയ പ്രതിഷേധങ്ങളാണ് സ്കൂളിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കാനിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പും വൈദ്യുതി വകുപ്പും ഒക്കെ പരസ്പരം പഴിചാരുന്നൊക്കെ ഉണ്ടെങ്കിലും ആരാണ് ഇതിന് യഥാർത്ഥ ഉത്തരവാദി എന്ന ചോദ്യം വായുവിൽ അവശേഷിക്കുകയാണ്. ഇന്നലെ മരിച്ച മിഥുൻ്റെ അമ്മ വിദേശത്തു നിന്ന് എത്തിയ ശേഷമായിരിക്കും സംസ്കാരം നടക്കുക. വലിയ പ്രതിഷേധങ്ങൾക്ക് ഇന്നും തേവലക്കര സാക്ഷ്യം വഹിക്കുമെന്ന് ഉറപ്പാണ്. ഇതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊന്ന് മഴ മുന്നറിയിപ്പ് തന്നെയാണ്. വീണ്ടും തീവ്ര മഴ മുന്നറിയിപ്പാണ് ഉള്ളത്. പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ വലിയ ജാഗ്രത വേണ്ടുന്ന സമയമാണ്. അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഈ മണിക്കൂറിലെ ഈ ദിവസത്തെ പ്രധാന തലക്കെട്ടുകളിലേക്ക് പോകാം. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തീരദേശത്ത് ശക്തമായ കാറ്റിനും സാധ്യത. കൊല്ലത്ത് വിദ്യാർത്ഥി സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കടുത്ത പ്രതിഷേധം. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് സ്കൂളിലേക്ക് മാർച്ച്. ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്ത് KSUവും ABVPയും. മിഥുന്റെ ദാരുണാന്ത്യത്തിന് വഴിവെച്ചത് സ്കൂളിന്റെയും KSEBയുടെയും അനാസ്ഥ എന്ന ആരോപണം. സംസ്കാരം വിദേശത്തുള്ള അമ്മ എത്തിയ ശേഷം. ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് 2 വർഷം. പുതുപ്പള്ളിയിൽ അനുസ്മരണ സമ്മേളനം രാവിലെ 11-ന് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ച 12 വീടുകളുടെ താക്കോൽ കൈമാറും. സംസ്ഥാനമെങ്ങും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടികൾ. BJP കോർ കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്ത C. സദാനന്ദന് സ്വീകരണം. ഇന്ന് ചേരുന്നത് പുതിയ സംസ്ഥാന ഭാരവാഹികളുടെ ആദ്യ യോഗം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കം പ്രധാന ചർച്ച. ഇടുക്കിയിൽ വൻ വനം കൊള്ള. ശാന്തൻപാറ, ഏലമലക്കാട് മേഖലയിലെ 150-ലധികം മരങ്ങൾ മുറിച്ചു കടത്തിയതായി സൂചന. മരങ്ങൾ മുറിച്ചത് ഉരുൾപൊട്ടൽ നാശം വിതച്ച പ്രദേശത്തിന് സമീപത്ത് നിന്ന്. വിവാദമായതോടെ കേസെടുത്ത് വനം വകുപ്പ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ സന്ദർശിക്കില്ല. പാക് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് തള്ളി വൈറ്റ് ഹൌസ്. ട്രംപിന്റെ സന്ദർശനത്തെക്കുറിച്ച് വിവരമില്ലെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയവും. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ദ റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച അമേരിക്ക. TRF ലഷ്കർ-ഇ തൈബയുടെ നിഴൽ സംഘടനയെന്ന് US വിദേശകാര്യ സെക്രട്ടറി. ഭീകരവാദത്തെ ചെറുക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമെന്നും മാർക്ക് റൂബിയോ. കൊല്ലം തേവലക്കരയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ സംഘടനകൾ സ്കൂളിലേക്ക് ഇന്നും മാർച്ച് നടത്തും. സ്കൂൾ അധികൃതരുടെയും KSEBയുടെയും അനാസ്ഥയിലാണ് കുട്ടിയുടെ ജീവൻ പൊലിഞ്ഞതെന്നാരോപിച്ച് ABVPയും KSUവും ഇന്ന് ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മിഥുന്റെ സംസ്കാര ചടങ്ങുകളുടെ കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടായേക്കും. കുട്ടിയുടെ അമ്മ സുജ കുവൈറ്റിൽ നിന്നും തിരികെ എത്തുന്നതിന് അനുസരിച്ചായിരിക്കും മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ തീരുമാനിക്കുക. അതേസമയം സ്കൂളിലേക്ക് ഇന്നും പ്രതിപക്ഷ യുവജന സംഘടനകൾ മാർച്ച് നടത്തും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്കൂളും പരിസരവും കനത്ത പോലീസ് സുരക്ഷയിലാണ്. സ്കൂളിൽ ബാലാവകാശ കമ്മീഷനും സന്ദർശനം നടത്തും. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അപകടം സംബന്ധിച്ച പ്രാഥമികമായി ശേഖരിച്ച വിവരങ്ങൾ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറി. വൈദ്യുതി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ന് സ്കൂളിലെത്തി പരിശോധന നടത്തും.
ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം സ്കൂൾ അധികൃതരുടെ മൊഴി രേഖപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സ്കൂൾ ബസിൽ ആദ്യ ട്രിപ്പിലെത്തിയ വിദ്യാർത്ഥികൾ ഗ്രൗണ്ടിൽ കളിക്കുന്നതിനിടെ മിഥുന്റെ ചെരുപ്പ് ഷീറ്റിനു മുകളിലേക്ക് വീണു. അതെടുക്കാൻ കയറവെയാണ് ഷീറ്റിലേക്ക് താഴ്ന്നുകിടന്ന വൈദ്യുതി കമ്പിയിൽ തട്ടി ഷോക്കേറ്റത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പഴയ സ്കൂൾ കെട്ടിടത്തോട് ചേർന്ന് നിർമ്മിച്ച സൈക്കിൾ ഷെഡിന് മുകളിലായിരുന്നു അപകടം ഉണ്ടായത്. ന്യൂസ് 18 കൊട്ടാരക്കര. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് ഇന്ന് 2 വയസ്സാവുന്ന ദിവസമാണ്. ഇന്ന് സംസ്ഥാന വ്യാപകമായി അതിൻ്റെ അനുസ്മരണ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇന്ന് തേവലക്കരയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇന്നത്തെ ദിവസം അവിടെ പലതരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് നിലവിലുണ്ട്. വിവരങ്ങളുമായി എസ് വിനീഷ് കൊട്ടാരക്കരയിൽ നിന്ന്. വിനീഷ്, ഏറ്റവും ഖേദകരമായ ഒരു കാര്യം, ഒരു 13 വയസ്സുള്ളൊരു കുഞ്ഞ്, സ്കൂളിലേക്ക് പോയൊരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നതിനപ്പുറത്തേക്ക് ആരുടെ വീഴ്ചയാണ്, ആർക്കാണ് അതിൽ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത്, ആരാണത് ചെയ്യേണ്ടിയിരുന്നത് എന്നതിൽ മാത്രം ഒരു ധാരണയുമില്ല. പക്ഷേ കൃത്യമായൊരു ഉത്തരം കിട്ടിയേ തീരൂ. പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടനകളടക്കം വലിയൊരു പ്രതിഷേധത്തിലുമാണുള്ളത്. ഇന്നത്തെ ദിവസം അവിടേക്ക് എന്തൊക്കെ പ്രതിഷേധ പരിപാടികളാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്? ഒപ്പം ഈ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ടോ അല്ലോ? ആ അന്വേഷണങ്ങളൊക്കെ ഏത് ഘട്ടത്തിലാണ്? സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്ന കാര്യത്തിലും ഇന്ന് ഒരു തീരുമാനമുണ്ടായേക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കുട്ടിയുടെ അമ്മ സുജ കുവൈറ്റിൽ നിന്നും തിരികെ എത്തുന്നതനുസരിച്ചായിരിക്കും ഈ ഒരു കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. ബന്ധുക്കളിൽ നിന്ന് നമുക്ക് അത്തരം കാര്യങ്ങൾ അറിയാൻ സാധിക്കുക. അതേസമയം സ്കൂളിലേക്ക് ഇന്നും ഈ പ്രതിപക്ഷ യുവജന സംഘടനകൾ മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്കൂളും പരിസരവും കനത്ത പോലീസ് സുരക്ഷയിലാണ്. ഈ സ്കൂളിൽ ഇന്ന് ബാലാവകാശ കമ്മീഷൻ എത്തുകയും സന്ദർശനത്തെയും വിശദമായിട്ട് റിപ്പോർട്ടുകൾ ശേഖരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം അപകടം സംബന്ധിച്ച് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഇത് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഇന്ന് കൈമാറും. അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ന് സ്കൂളിലെത്തി വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തും. ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇവർ സ്കൂളിലെത്തി അധികൃതരുടെ മൊഴി രേഖപ്പെടുത്തും. അതുപോലെ തന്നെ ഇതിന്റെ മരണത്തിന്റെ പ്രതിഷേധങ്ങൾ വിദ്യാർത്ഥി സംഘടനകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു. ഇന്ന് കടുത്ത പ്രതിഷേധമാണ്. അതുപോലെ തന്നെ ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദിനും ഇവർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സുജ, 4 മാസം മുൻപാണ് മിഥുന്റെ അമ്മ സുജ കുവൈറ്റിലേക്ക് പോയത്. ആ കുടുംബത്തെ സംബന്ധിച്ച് ഈ വാർത്ത എങ്ങനെയാണ്? ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, വൈകുന്നേരം വീഡിയോ കോളിലൂടെയാണ് സുജയെ വിവരം അറിയിച്ചതെന്ന്. ആ വീടൊക്കെ നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങളിൽ. അത്രയും ഒരു മോശമായ സാഹചര്യത്തിലാണ് സുജ പോകുന്നത്. പക്ഷെ ആ പ്രതീക്ഷകളിലേക്കാണ് ഇങ്ങനെയൊരു വലിയ വാർത്ത വരുന്നത്. ആ കുടുംബത്തിൻ്റെ സ്ഥിതി എന്താണ് വിനീഷ്? ശ്രീജ, വലിയ ഖേദകരം, നമുക്കത് പറയാൻ കഴിയുന്നില്ല. അത്രയ്ക്കും ദുഃഖകരമാണ് അവിടുത്തെ ഒരു സ്ഥിതി. ഇന്നലെ എല്ലാ ദിവസവും സ്കൂൾ വാഹനത്തിലായിരുന്നു മിഥുൻ എത്തുന്നത്, സ്കൂളിലേക്ക് എത്തുന്നത്. പക്ഷേ പിതാവ് കൊണ്ടുവിട്ടിരുന്നു മിഥുനെ സ്കൂളിലേക്ക്. അങ്ങനെ ആണ് പിതാവ് മടങ്ങുന്നത്. അപ്പോൾ അതിനിടയ്ക്കാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായൊരു അന്ത്യം മകന് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഈ സുജ, ഈ മിഥുന്റെ മാതാവ് സുജ വിദേശത്ത് ജോലി തേടി പോയിട്ട് ഏകദേശം ഒരു 3 മാസം ആവുന്നതേ ഉള്ളൂ. ജോലി സംബന്ധമായിട്ട് അവർ വിദേശത്താണ്. അവരെ ആദ്യം ഈ വിവരമൊന്നും അറിയിച്ചിരുന്നില്ല എന്നാണ് അറിയുന്നത്. പിന്നീട് മകൻ ഐസിയുലാണെന്നും ഇങ്ങനെ അസുഖമുണ്ടെന്നും ഇങ്ങനെ ഒരു അപകടം പറ്റി ഐസിയുലാണ്, പെട്ടെന്ന് എത്തണം എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ എന്തായാലും വലിയ ദുഃഖകരമാണ്. മാതാവ് അവരുടെ ജോലി സംബന്ധമായിട്ട് കുവൈറ്റിലാണുള്ളത്. തിരികെ എത്തുന്നതനുസരിച്ച് ഏകദേശം ഒരു 3-4 ദിവസം വേണ്ടിവരും. തിരികെ എത്തുന്നതനുസരിച്ചായിരിക്കും മകന്റെ ഈ സംസ്കാര ചടങ്ങുകൾക്ക് നടക്കുക. കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം നടന്നിരുന്നു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലായിരുന്നു. മന്ത്രിമാരടക്കം എത്തുകയും അന്തിമോപചാരം അർപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ താലൂക്ക് ആശുപത്രി, ശാസ്താംകോട്ടയിലെ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് കുഞ്ഞിന്റെ മൃതശരീരം സൂക്ഷിച്ചിരിക്കുന്നത്. സംസ്കാര നടപടികളെല്ലാം വീട്ടുവളപ്പിലുണ്ടാവും.
മാതാവിന്റെ മടങ്ങിവരവ് അനുസരിച്ചായിരിക്കും അത്തരം കാര്യങ്ങൾ അറിയാൻ കഴിയുക. ശ്രീജ, ഇനി ഈ പ്രശ്നത്തിലേക്ക് വന്നാൽ വിനീഷ്, ഇപ്പോഴും ഒരു കൃത്യമായ മറുപടി ആരും പറയുന്നില്ല. ഈ പ്രശ്നം KSEBയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു, കേബിളിലേക്ക് ഉടൻ മാറും, അത് കാത്തിരിക്കുകയായിരുന്നു എന്ന് ഒരു വശത്ത് പറയുന്നുണ്ട്. മറുവശത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതായി തോന്നിയില്ല, ഈ ഭാഗത്തേക്ക് ആരും പോവാറില്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അപകട സാധ്യത മനസ്സിലാക്കിയില്ല എന്നും പറയുന്നുണ്ട്. ഇത് CPMന്റെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ CPMന്റെ ഒരു അധികാര പരിധിയിലുള്ള മാനേജ്മെൻ്റാണ് അവിടെ ഈ സ്കൂൾ ഭരിക്കുന്നതൊക്കെ. അപ്പോൾ സ്വാഭാവികമായും ആ രീതിയിലും വലിയ പ്രതിഷേധം. ഇങ്ങനെയൊരു കൃത്യമായി ഓരോ സ്കൂൾ വർഷം തുടങ്ങുന്നതിന് മുൻപും അവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട്. ഇങ്ങനെ സ്കൂളിൻ്റെ ഒരു ദൂരപരിധിയിലൊന്നും ഉണ്ടാവരുത്, ഇലക്ട്രിക് ലൈൻ ഉണ്ടാവരുത് എന്ന നിബന്ധനയുള്ളതാണ്. അപ്പോൾ ഈ വീഴ്ച ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി ആദ്യഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇതിൽ ആർക്കെങ്കിലും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ടോ? ശ്രീജ, തുടക്കം തന്നെ പരസ്പരം പഴിചാരി ഇവർ രക്ഷപ്പെടുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. സ്കൂൾ അധികൃതർ പറയുന്നു KSEBയുടെ അനാസ്ഥയാണെന്ന്, KSEB അധികൃതർ പറയുന്നു സ്കൂളിന്റെ അനാസ്ഥയാണ്, സ്കൂൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇലക്ട്രിക് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവർ പൈസ അടച്ചില്ല എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ പരസ്പരം പഴിചാരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് ഇത് വലിയൊരു ചർച്ചയായി മാറിയിരിക്കുന്നത്. എന്തായാലും കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നുള്ള വലിയൊരു ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. മന്ത്രിമാരടക്കം ഇതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുമുണ്ട്. എന്തായാലും നമുക്കിത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഇത് വലിയ രീതിയിലുള്ള അനാസ്ഥ, KSEBയുടെ ഭാഗത്തു നിന്നും ഒരു അനാസ്ഥ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത്രയും 100-ൽ പരം കുട്ടികൾ പഠിക്കുന്ന ഈ ഒരു സ്കൂളിന്റെ കോമ്പൗണ്ടിലൂടെ ഈ ഇലക്ട്രിക് ലൈൻ കടത്തിവിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ അശാസ്ത്രീയതയാണ്. അത് അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല. അതുപോലെ തന്നെ അവിടെ ഒരു ഈ സൈക്കിൾ വെക്കുന്നതിനായിട്ട് ഷീറ്റ് ഇട്ട ഒരു ഷെഡ് നിർമ്മിച്ചിരുന്നു. ഇതെല്ലാം അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതൊന്നും പഞ്ചായത്തിന്റെ അനുമതിയോ ഒന്നും ഇല്ലാതെ പഞ്ചായത്തിനോട് അനുമതി ചോദിക്കാതെ ആണ് ഇത്തരത്തിലുള്ള ഒരു നിർമ്മാണ സ്കൂളിൽ നടത്തിയത്. ഇതെല്ലാം അശാസ്ത്രീയതയാണ്. അതുപോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും, ഇതിപ്പോൾ ഈ കുട്ടി ഇതിന്റെ മുകളിൽ കയറിയത് കൊണ്ടാണ് ഇതിപ്പോൾ പുറംലോകം അറിയുന്നത്. അതല്ല, നമുക്കറിയാം ഇലക്ട്രിക് ലൈനിൽ പൊട്ടി വീണൊക്കെ അപകടങ്ങൾ സംഭവിക്കുന്ന സാഹചര്യമുണ്ട്. ഷീറ്റാണ്, ഷീറ്റിന്റെ മുകളിലേക്ക് കേബിൾ പൊട്ടി വീണാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ വലുതാണ്. അപ്പോൾ കുട്ടികളടക്കം ഈ സൈക്കിളെല്ലാം കൊണ്ടുവെക്കുന്നു. എപ്പോഴും കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ്, ഇരുമ്പ് പൈപ്പുണ്ട്, അതുവഴിയെല്ലാം ഇലക്ട്രിക് വൈദ്യുതി പ്രവഹിക്കാനുള്ള വലിയ സാധ്യതയെല്ലാം നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബോധപൂർവം ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ഇത് കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. തികച്ചും അനാസ്ഥ തന്നെയാണ്. ശ്രീജ, ശരി, എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെയാണ് അതിദാരുണമായ സംഭവം ഉണ്ടായത്. കൊല്ലം തേവലക്കരയിലെ ബോയ്സ് സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുൻ എന്ന കുട്ടി ഷോക്കേറ്റ് സ്കൂളിലെ ഷെഡിന് മുകളിലേക്ക് വീണ് ചെരുപ്പെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഷോക്കേറ്റ് മരിക്കുന്ന ദാരുണമായ സംഭവം ഉണ്ടായത്. ഇന്ന് വലിയ പ്രതിഷേധമായിരിക്കും സ്കൂളിലേക്ക് നടക്കാൻ പോകുന്നത്. ഇനി ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയിലേക്ക്, കേരളത്തിൻ്റെ ഏറ്റവും ജനകീയനായ ഏറ്റവും പ്രിയങ്കരനായിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് ഇന്ന് 2 വയസ്സ് തികയുകയാണ്. കോൺഗ്രസിലെ അതികായനായ രാഷ്ട്രീയ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികം വിപുലമായി തന്നെ കോൺഗ്രസ് ആചരിക്കുകയാണ്. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം രാഹുൽ ഗാന്ധി രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച 12 വീടുകളുടെ താക്കോൽ ദാനവും നടത്തും. സംസ്ഥാനത്തൊട്ടാകെ വിപുലമായ പരിപാടികളാണ് ഇന്ന് നടത്തുന്നത്. വിവിധ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സന്നദ്ധ സേവന പരിപാടികൾ ഉൾപ്പെടെ നടത്തിയാണ് ഈ ദിനം കോൺഗ്രസ് ആചരിക്കുന്നത്. കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെല്ലാം ഇന്ന് പുതുപ്പള്ളി പള്ളിയാങ്കണത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കും. രാവിലെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് രാഹുൽ ഗാന്ധി അനുസ്മരണ സമ്മേളനത്തിനെത്തുക. വിവിധ മത മേലധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവർ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനങ്ങളിൽ പങ്കെടുക്കും. കേരള സർവകലാശാലയിലേക്ക് വന്നാൽ അവിടെ ഭരണ പ്രതിസന്ധി തുടരുകയാണ്. വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഇന്ന് സർവകലാശാല ആസ്ഥാനത്ത് എത്തിയേക്കും. VCക്ക് സംരക്ഷണം നൽകണമെന്ന് രാജ്ഭവൻ സംസ്ഥാന പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. VC എത്തിയാൽ SFIയുടെ പ്രതിഷേധത്തിനും സാധ്യതയുണ്ട്. BJPയുടെ പുതിയ സംസ്ഥാന ഭാരവാഹികളെ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. ആ സംസ്ഥാന ഭാരവാഹികളുടെ യോഗം ഇന്ന് തലസ്ഥാനത്ത് ചേരും. രാവിലെ 10:30 മുതൽ BJP സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിൽ ഭാരവാഹി യോഗം ചേരും. തിരുവനന്തപുരത്ത് എത്തുന്ന നിയുക്ത രാജ്യസഭാ MP സദാനന്ദൻ മാസ്റ്റർക്ക് ഭാരവാഹി യോഗത്തിൽ സ്വീകരണം നൽകും. BJPയുടെ പുതിയ സംസ്ഥാന ഭാരവാഹികളുടെ ആദ്യ യോഗം കൂടിയാണിത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ, സമകാലിക വിഷയങ്ങളിലെ പാർട്ടി പ്രതിഷേധങ്ങൾ,
ഭാവി പരിപാടികൾ തുടങ്ങിയ കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. ഇടുക്കിയിൽ വൻ വനം കൊള്ള. ശാന്തൻപാറ പേത്തൊട്ടിയിൽ CHR മേഖലയിൽ നിന്നാണ് വിവിധ ഇനങ്ങളിൽപ്പെട്ട 150-ലധികം മരങ്ങൾ മുറിച്ചു കടത്തിയത്. ഉരുൾപൊട്ടലിനെ തുടർന്ന് നാശനഷ്ടമുണ്ടായ മേഖലയ്ക്ക് സമീപത്ത് നിന്നാണ് മരങ്ങൾ മുറിച്ചത്. ഏലം പുനഃകൃഷിയുടെ മറവിലാണ് മരം കൊള്ള നടത്തിയിരിക്കുന്നത്. CHR ഭൂമിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് അനുവാദമില്ല. പക്ഷേ കാർഷിക ആവശ്യങ്ങൾക്കായി ചില്ലകൾ വെട്ടിയൊതുക്കാം. ഇതിന്റെ മറവിലാണ് മരങ്ങൾ മുറിച്ചു കടത്തിയത്. ശാന്തൻപാറ വില്ലേജിൽ മതികെട്ടാഞ്ചോല ദേശീയ ഉദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന 1.5 ഏക്കർ ഭൂമിയിൽ നിന്നും ഒരാഴ്ച മുമ്പാണ് മരങ്ങൾ മുറിച്ചു കടത്തിയത്. M. ബൊമ്മയ്യൻ എന്നയാളുടെ പേരിലുള്ള ഭൂമിയാണിത്. ജില്ലയിൽ വ്യാപകമായ രീതിയിൽ വൻകൊള്ള അടയ്ക്കുകയാണ്. CHR മേഖലയിൽ നിന്നും അതുപോലെ റവന്യൂ ഭൂമിയിൽ നിന്നും വൻ രീതിയിലാണ് മരങ്ങൾ മുറിച്ചു മാറ്റി കൊണ്ടുപോകുന്നത്. എന്നാൽ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് അവൻ്റെ വീടിന് ഭീഷണിയായി നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ചില്ല പോലും മുറിച്ചു മാറ്റുവാൻ സാധിക്കാത്ത രീതിയിൽ നിയമം മുന്നോട്ട് പോകുമ്പോൾ വലിയ ആളുകൾ, വൻകിട ആളുകൾ അവരുടെ റവന്യൂ ഭൂമിയിൽ നിന്നും CHR മേഖലയിൽ നിന്നും 100 കണക്കിന് മരങ്ങളാണ് മുറിച്ച് മാറ്റിക്കൊണ്ടു പോകുന്നത്. ആഞ്ഞിലി, മരുത്, ഞാവൽ, പ്ലാവ് തുടങ്ങിയ മരങ്ങളാണ് മുറിച്ചു കടത്തിയത്. സംഭവം വിവാദമായതോടെ വനംവകുപ്പ് കേസെടുത്തു. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കിയിലെ വികസനങ്ങൾ തടയുന്നത് കപട പരിസ്ഥിതിവാദികളെന്ന് ഇടുക്കി രൂപത. കൊച്ചി ധനുഷ്കോടി ദേശീയപാത 85-ൽ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവിന് പിന്നിൽ കപട പരിസ്ഥിതിവാദികളെന്നാണ് ആരോപണം. വിഷയത്തിൽ സർക്കാരിന് പിഴവുണ്ടെന്നും വികസന വിരോധികൾക്കെതിരെ നടക്കുന്ന സമരത്തിന് രൂപത പിന്തുണ നൽകുമെന്നും രൂപത മീഡിയ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് പറഞ്ഞു. ദേശീയപാതയിലെ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള 14.5 കിലോമീറ്റർ പ്രദേശത്തെ നിർമ്മാണം നിരോധിച്ചുകൊണ്ടുള്ള കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് അത്യന്തം ദൗർഭാഗ്യകരമാണ്. ചില കപട പരിസ്ഥിതിവാദികൾ ഈ പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളെ തുരങ്കം വെച്ചുകൊണ്ട് നടത്തിയ പരിശ്രമങ്ങളുടെ പരിണിതഫലമാണ് ഈ കോടതിയുടെ ഉത്തരവ്. ഈ പ്രദേശം റവന്യൂ ഭൂമിയാണ് എന്ന് തെളിയിക്കത്തക്ക വിധത്തിലുള്ള രേഖകൾ ലഭ്യമാണ്. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണുള്ളത്. കോഴിക്കോട്, മലപ്പുറം, ഇടുക്കി ജില്ലകളിലും ശക്തമായ മഴയുണ്ടാകും. ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാലക്കാട്, തൃശൂർ, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ല. കനത്ത മഴ അടുത്ത 2 ദിവസം കൂടി തുടരും. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കാസർഗോഡ് കടലാക്രമണം രൂക്ഷമായ പ്രദേശങ്ങളിൽ കടൽ ഭിത്തി നിർമ്മിക്കാൻ തീരുമാനം. കടലേറ്റം തടയാനുള്ള ജോലികൾക്കായി 50 ലക്ഷം രൂപ വകയിരുത്തും. കോട്ടിക്കുളം, അജാനൂർ എന്നിവിടങ്ങളിൽ നിരവധി വീടുകളാണ് കടലെടുത്തത്. ന്യൂസ് 18 ഇംപാക്ട്. രൂക്ഷമായ കടലാക്രമണ ഭീഷണി നിലനിൽക്കുന്ന കോട്ടിക്കുളം കടപ്പുറത്തു നിന്നുള്ള കാഴ്ചയാണിത്. കഴിഞ്ഞ വർഷത്തിലാണ് കെട്ടിടം കടലെടുത്തത്. നിരവധി വീടുകളാണ് ഇവിടെ കടലെടുത്തത്. 100ഓളം വീടുകൾ കടലാക്രമണ ഭീഷണിയിലുമാണ്. കടൽ കരയിലേക്ക് കയറിയതിനെ തുടർന്ന് ഇവിടെ സംസ്ഥാനപാതയും കടലും തമ്മിൽ ദൂരം 10 മീറ്റർ മാത്രമായി ചുരുങ്ങി. നൂർ കടപ്പുറത്തും സ്ഥിതി സമാനമാണ്. കടലാക്രമണത്തിൽ തീരദേശ റോഡിൻ്റെ ഒരു ഭാഗം തകർന്നു. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചു. തൃക്കണ്ണാട് കോട്ടിക്കുളം തീരസംരക്ഷണത്തിനായി ആദ്യഘട്ടം എന്ന നിലയിൽ 25 ലക്ഷം രൂപയാണ് അനുവദിക്കുക. ഇത് സംബന്ധിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ തീരദേശവാസികൾക്ക് ഉറപ്പു നൽകി. എസ്റ്റിമേറ്റ് അംഗീകരിച്ചു കിട്ടിയാൽ കൊട്ടേഷൻ വിളിച്ച് നടപടി വേഗത്തിലാക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. കാഞ്ഞങ്ങാട് അജാനൂർ കടപ്പുറത്ത് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ 25 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചു. ഇവിടെ കടലേറ്റത്തിൽ നിരവധി വീടുകൾക്കും മീനിറക്ക് കേന്ദ്രത്തിനും ഭീഷണിയുണ്ട്. 500 മീറ്ററിൽ കടൽഭിത്തി പൂർണ്ണമായും തകർന്ന ഇവിടെ മീനിറക്ക് കേന്ദ്രത്തിലേക്കുള്ള റോഡും ഇല്ലാതായി. നമ്മൾ നിൽക്കുന്ന പ്രദേശത്ത് തന്നെ ഏകദേശം ഈ ചെറിയ ഒരു ഏരിയയിൽ തന്നെ 50ഓളം വീടുകൾ ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട്.
ഈ 50ഓളം വീടുകൾ കടൽ കയറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു കാലത്തും അവിടെ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും. അത് 100% ഉറപ്പാണ്. അതിനൊരു പരിഹാരമാണ് ഈ സമൂഹത്തിന് വേണ്ടത്. ഇവിടുന്ന് കുറച്ച് അപ്പുറത്ത് ചെന്ന് വീണ്ടും ഇതുപോലെയുള്ള അവസ്ഥകളാണ്. ഓരോ പല ഭാഗത്തുള്ള കടൽ ഭിത്തികളും തകർന്നു കിടക്കുകയാണ്. കാഞ്ഞങ്ങാട് കടപ്പുറത്ത് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് കടലേറ്റം തടയാനായി പദ്ധതി തയ്യാറാക്കിയിരുന്നു. ഇതിനാണ് സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയത്. ന്യൂസ് 18 കാസർഗോഡ്. ഉദ്യോഗസ്ഥരുടെ അലംഭാവത്താൽ ദുരിതം അനുഭവിക്കുകയാണ് എറണാകുളം ഏരൂർ നിവാസികൾ. അശാസ്ത്രീയമായ കാന നിർമ്മാണത്തെ തുടർന്ന് റോഡിൽ മലിനജലം കെട്ടിക്കിടക്കുകയാണ് ഈ മേഖലയിൽ. ഏരൂർ കണിയാമ്പുഴ റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണ്ണമെന്നാണ് നാട്ടുകാരുടെ പരാതി. റോഡിലെ വെള്ളക്കെട്ടിന് ഉടൻ പരിഹാരം വേണമെന്നാണ് ആവശ്യത്തിന് അധികൃതരുടെ അവഗണനയാണ്. ഇപ്പം ജനത്തിന് ഈ വഴി കൂടി നടക്കാൻ പറ്റണില്ല. എന്നുവെച്ചാൽ കംപ്ലീറ്റ് ചേണി പിടിച്ചിട്ട് ഒന്ന് ഈ നടക്കണ ആൾക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. വണ്ടിക്കൊക്കെ പോണ ആൾക്കാർക്ക് ഒന്നും അറിയില്ല. ഇപ്പം നമുക്ക് തന്നെ കടയിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കാന നിറഞ്ഞൊഴുകിയെത്തുന്ന മലിനജലവും മഴവെള്ളവും ചേർന്ന് ഏരൂർ കണിയാമ്പുഴ റോഡിലൂടെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. എങ്ങുമെത്താത്ത രീതിയിലാണ് കാനയുടെ നിർമ്മാണം. ദുരിതം അനുഭവിക്കുന്നതോ ഈ നാട്ടുകാരും. വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ കാൽനടയാത്രക്കാർക്ക് മേൽ വെള്ളം തെറിക്കും. വീതി കുറഞ്ഞ റോഡും വെള്ളക്കെട്ടുമായതിനാൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. ഹെവി വണ്ടി വന്നു കഴിഞ്ഞാൽ മൊത്തം ബ്ലോക്കാണ്. ഏകദേശം ഒരു മിനിമം 12 സ്കൂളുകളുടെ സ്കൂൾ ബസ് തന്നെ വരുന്നുണ്ട്. എല്ലാം രാവിലെ വൈകുന്നേരം വരുന്നതാണ്. ആ കുട്ടികളൊന്നും സമയത്ത് വീട്ടിലെത്താൻ പറ്റുന്നില്ല. കാരണം 2 കാർ വന്നാൽ തന്നെ ബ്ലോക്കാവും. അപ്പോൾ അങ്ങനെയുള്ള ആ ഏരിയയിലെങ്കിലും 1 മീറ്റർ വിടുത്തെങ്കിലും എടുത്തിട്ട് അറ്റ്ലീസ്റ്റ് 2 വണ്ടി പോകുന്ന രീതിയിലെങ്കിലും കണിയാമ്പുഴ റോഡ് വികസിച്ചാൽ അല്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ആശ്വാസമുണ്ട്. ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി. പകുതിയിൽ അവസാനിപ്പിച്ച കാന നിർമ്മാണം പൂർത്തിയാക്കിയാൽ വെള്ളക്കെട്ടിന് പരിഹാരമാകും. ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു അനാസ്ഥയാണ് ഇപ്പോൾ ഇത് വികസിക്കാത്തതിൻ്റെ ഒരു കാരണം. കാരണം ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായിട്ട് ഇതിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും അത് ഏറ്റെടുത്ത് നിവാസികൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭൂമി വിട്ടുകൊടുക്കാൻ എല്ലാവരും തയ്യാറാണ്. പണ്ടവർ ഒരു നഷ്ടപരിഹാരവും വേണ്ട, മതിൽ മാത്രം കെട്ടിക്കൊടുത്താൽ മതി എന്ന് പറഞ്ഞിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഭൂമിക്ക് വിലയുണ്ട്. അപ്പോൾ ആ വില കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ നാട്ടുകാർ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ അത് വേണ്ട പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ മന്ദീകരിച്ചത്. വൈറ്റില, തൃപ്പൂണിത്തുറ, കാക്കനാട് തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് എളുപ്പത്തിൽ പോകാൻ കഴിയുന്ന വഴിയാണ് ഏരൂർ കണിയാമ്പുഴ റോഡ്. ന്യൂസ് 18 കൊച്ചി. കൊട്ടാരക്കരയിൽ KSRTC ഡ്രൈവറുടെ അനാസ്ഥയിൽ യുവതിക്ക് പരിക്കേറ്റതായി പരാതി. സ്റ്റാൻഡിൽ നിർത്തിയിട്ട KSRTC ബസ് അപ്രതീക്ഷിതമായി മുന്നോട്ടെടുത്തതോടെയാണ് യുവതിയുടെ കൈ ഇടയിൽ കുടുങ്ങിയത്. നെടുവത്തൂർ സ്വദേശിനി ഷെഹനയ്ക്കാണ് പരിക്കേറ്റത്. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ നിന്നും കുണ്ടറയ്ക്കുള്ള ഓർഡിനറി ബസ്സിലേക്ക് വാതിൽ തുറന്ന് കയറാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു അപകടം. ബസ്സിനോട് ചേർത്ത് നിർത്തിയ KSRTC ബസ് അപ്രതീക്ഷിതമായി മുന്നോട്ടെടുത്തതാണ് അപകടത്തിന് കാരണം. കൈവിരലുകൾക്ക് സാരമായി പരിക്കേറ്റു. കൊട്ടാരക്കര ഒരു പോയതായിരുന്നു. സ്റ്റാൻഡിൽ ഒരു കട ജോലിയുടെ കാര്യം തിരക്കാനായിട്ട് പോയതാണ്. അങ്ങനെ ബസ്സിൽ കയറാനായിട്ട് ഡോറ് തുറന്നപ്പോൾ സൈഡിൽ കിടന്ന ഒരു ബസ് പെട്ടെന്ന് അങ്ങ് മുമ്പോട്ടങ്ങ് എടുത്തു. ഈ ഡോറിൻ്റെയും ബസ്സിൻ്റെ ഇടയ്ക്കായിപ്പോയി കൈ. അങ്ങനെ പറ്റിയത്. അപകടത്തെ തുടർന്ന് യുവതി നിലത്തു വീണു. KSRTC അധികൃതർ ഉദാസീനത കാണിച്ചെന്നാണ് യുവതിയുടെ ആരോപണം. അപകടത്തിന് ശേഷവും KSRTC അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നും ഷെഹന പറയുന്നു. ഇന്നലെ ഈ സംഭവം നടന്നിട്ട് ഈ ബ്ലഡ് എത്രയും പോയിട്ട് പോലും KSRTC എന്നൊരു കണ്ടക്ടറോ ഡ്രൈവർമാരോ ഒരു സ്റ്റാഫുകളും നമ്മുടെ കൊട്ടാരക്കര ഡിപ്പോയിലുള്ള ഒരു മനുഷ്യരും നമ്മുടെ കൂടെ ഹോസ്പിറ്റലിൽ വരികയായിട്ട് നമ്മളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള മനസ്സുപോലും അവരാരും കാണിച്ചിട്ടില്ല. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ അവിടെ നിന്ന് അവർ പറഞ്ഞ് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഓട്ടോയിൽ കയറി നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു. ഇത്രയും നേരമായി, നേരമാണ് ഇതുവരെ ഒരു മനുഷ്യൻ തിരക്കിയത് പോലും ഇല്ലെന്ന് വിളിച്ചു പോലും അന്വേഷിച്ചിട്ടില്ല നമുക്ക്. ഷഹനയുടെ വിരലുകൾക്ക് ഡോക്ടർമാർ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചു. ഹോട്ടൽ ജോലി ചെയ്താണ് ഷഹന കുടുംബം പുലർത്തിയിരുന്നത്. ജീവനക്കാരുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്നാണ് ആരോപണം. ന്യൂസ് 18 കൊട്ടാരക്കര. മലബാർ സിമന്റ്സിന്റെ ലീഗൽ ഓഫീസറും MDയും വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി. അസംസ്കൃത വസ്തുവായ ഫ്ലൈ ആഷ് എത്തിക്കാൻ മലബാർ സിമന്റ്സും വുഡ് ആൻഡ് മെറ്റൽ എന്ന സ്വകാര്യ കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടിരുന്നു. 50 ലക്ഷം രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി സ്വകാര്യ കമ്പനി മലബാർ സിമന്റ്സിന് നൽകിയിരുന്നു. കരാർ റദ്ദാക്കിയാൽ 3 മാസത്തെ നോട്ടീസ് നൽകിയ ശേഷമേ ബാങ്ക് ഗ്യാരണ്ടി പ്രകാരമുള്ള തുക സ്വകാര്യ കമ്പനിക്ക് ലഭ്യമാവുകയുള്ളൂ. എന്നാൽ ലീഗൽ ഓഫീസർ പ്രകാശ് ജോസഫ്, MD സുന്ദരമൂർത്തി, സ്വകാര്യ കമ്പനിയുടെ MD VM രാധാകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ വടിവേൽ എന്നിവർ ചേർന്ന് ബാങ്ക് ഗ്യാരണ്ടി പ്രകാരമുള്ള തുക ബാങ്കിൽ നിന്ന് അനധികൃതമായി കൈപ്പറ്റിയെന്നാണ് കേസ്.
RLV രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമ നൽകിയ അപകീർത്തി കേസ് ഹൈക്കോടതി റദ്ദാക്കി. 2018 തിരുവനന്തപുരത്തെ കോടതിയിൽ നൽകിയ അപകീർത്തി കേസാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. ഗൾഫിൽ നടന്ന ഒരു നൃത്ത മത്സരത്തിന്റെ വിധി നിർണയത്തെ ചൊല്ലി ഇരുവരും ടെലിഫോൺ സംഭാഷണം നടത്തിയത് സമൂഹ മാധ്യമങ്ങളിലടക്കം പുറത്തുവിട്ടതിനെതിരെയായിരുന്നു സത്യഭാമയുടെ കേസ്. അന്തരിച്ച നടൻ കലാഭൻ മണിയുടെ സഹോദരനും കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ മലയാളി ഭരതനാട്യ അധ്യാപകനുമാണ് RLV രാമകൃഷ്ണൻ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു. വൃക്കകൾ ഉൾപ്പെടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലാണ്. ഡയാലിസിസും വെന്റിലേറ്റർ സപ്പോർട്ടും തുടരുന്നുണ്ട്. കഴിഞ്ഞ മാസം 23-നാണ് VSനെ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ദ റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച അമേരിക്ക. TRF ലഷ്കർ ഇ തൈബയുടെ നിഴൽ സംഘടനയാണെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, ഈ TRFുമായി ബന്ധമില്ല എന്ന് ലഷ്കർ ഇ തൈബ പിന്നീടൊരു ഘട്ടത്തിൽ പറഞ്ഞിട്ടൊക്കെയുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ ഈ പ്രഖ്യാപനം ഇന്ത്യക്ക് ഈ ഭീകരാക്രമണത്തിന്റെ അന്വേഷണമൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാക്കുന്ന മുൻതൂക്കം എത്രത്തോളമാണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, ഏപ്രിൽ 22-നാണ് 26 പേരുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണം ഉണ്ടാകുന്നത്. അന്ന് TRF തന്നെ ഈ ആക്രമണം നടന്നതിന് തൊട്ട് പിന്നാലെ TRF ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. പക്ഷേ പിന്നീട് കശ്മീരിലടക്കം ജനവികാരം എതിരായതോടുകൂടി TRF അത് മാറ്റിപ്പറയായിരുന്നു. കാരണം ഭീകരാക്രമണവുമായി ബന്ധമില്ല എന്നൊരു നിലപാടിലേക്ക് TRF എത്തുകയും ചെയ്തു. ഇപ്പോൾ ആക്രമണം നടന്ന ഏതായാലും 3 മാസത്തോട് അടുക്കുന്നു. ഈ ഘട്ടത്തിൽ അമേരിക്ക കൂടി TRFനെ ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. മാർക്കോ റൂബിയോ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ലഷ്കർ ഇ തൈബയുടെ നിഴൽ സംഘടനയാണ് TRF. മാത്രവുമല്ല, മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് പഹൽഗാമിലുണ്ടായത്. TRF ഇതുകൂടാതെ സുരക്ഷാ സേനകളെ അടക്കം ആക്രമിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത്തരം ആക്രമണങ്ങൾക്കടക്കം അവർ നേതൃത്വം നൽകിയിട്ടുണ്ട്, കഴിഞ്ഞ വർഷം ഉൾപ്പെടെ എന്നുകൂടി പറയുന്നുണ്ട്. ഏതായാലും വാർത്താക്കുറിപ്പിൽ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ദേശീയ സുരക്ഷ ഉയർത്തിപ്പിടിക്കുന്നതിലും ഒപ്പം ഭീകരവാദത്തെ ചെറുക്കുന്നതിലും പഹൽഗാം ഭീകരാക്രമണത്തിൽ നീതി ഉറപ്പാക്കുന്നതിനും അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണ് എന്നുകൂടി ഇപ്പോൾ മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിരിക്കുകയാണ്. ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് നേട്ടമാണ്. കാരണം ഇന്ത്യ പല ഘട്ടങ്ങളിലായി TRFനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പ്രത്യേകിച്ച് പഹൽഗാം ആക്രമണത്തിന് തൊട്ടു പിന്നാലെ UN-ലടക്കം സുരക്ഷാ കൗൺസിലടക്കം ഇന്ത്യ ഈ ആവശ്യം ഉന്നയിച്ചു. അതിനുശേഷം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അമേരിക്കയുമായി ചർച്ച നടത്തുകയും ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെ നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ ദൗത്യ സംഘം വിവിധ രാജ്യങ്ങളിലേക്ക് സന്ദർശനം നടത്തിയിരുന്നു. ഇത്തരത്തിൽ അമേരിക്കയിലേക്ക് സന്ദർശനം നടത്തിയ ദൗത്യ സംഘം ശശി തരൂരിന്റെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ ആവർത്തിച്ചുന്നയിച്ച ആവശ്യമാണ് TRFനെ ഇത്തരത്തിൽ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്നുള്ളത്. ഏതായാലും ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് 3 മാസം പിന്നിടുമ്പോൾ അത്തരമൊരു തീരുമാനം ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നയതന്ത്ര തലത്തിലെ ഇടപെടലുകളുടെ വിജയമായി തന്നെ ഇതിനെ കാണുകയും ചെയ്യാം. ശ്രീജ, ശരി. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെപ്റ്റംബറിൽ പാകിസ്ഥാൻ സന്ദർശിക്കാൻ പദ്ധതിയിടുന്നു എന്നൊരു റിപ്പോർട്ട് വന്നിരുന്നു. ആ റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണെന്ന് വൈറ്റ് ഹൗസ്. പാകിസ്ഥാൻ ചാനലുകൾ സംപ്രേഷണം ചെയ്ത വാർത്തയാണ് അമേരിക്ക ഇപ്പോൾ നിഷേധിക്കുന്നത്. സന്ദർശനത്തെക്കുറിച്ച് തങ്ങൾക്ക് യാതൊരു അറിവുമില്ലെന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുടെ ഓഫീസും വ്യക്തമാക്കി. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. അഭിലാഷ്, അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ സന്ദർശിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് എന്ന പദവി വരും എന്നതടക്കം വലിയ വാർത്തയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സംഭവമേ ഇല്ലെന്ന് പറയുന്നു. ഒപ്പം പാകിസ്ഥാനിൽ നിന്നും അത്തരത്തിലാണ് വാർത്ത വരുന്നത്. പിന്നെ എവിടെ നിന്നാണ് ഈ വാർത്ത ഉണ്ടായത് എന്നതാണ് ആദ്യ സംശയം. എന്താണിപ്പോൾ വൈറ്റ് ഹൗസ് വിശദീകരിക്കുന്നത്? ശ്രീജ, ഇന്നലെ മുതൽ ഇത്തരത്തിൽ പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു വാർത്ത പ്രചരിച്ചിരുന്നു. അതായത് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ സന്ദർശിക്കുന്നു. 2006 ശേഷം ജോർജ് വാഷിംഗ്ടൺ ബുഷ് പാകിസ്ഥാൻ സന്ദർശനത്തിന് ശേഷം മറ്റൊരു അമേരിക്കൻ പ്രസിഡന്റ് പാകിസ്ഥാൻ സന്ദർശിക്കുന്നു എന്നുള്ള തരത്തിൽ വലിയ രീതിയിലുള്ള വാർത്തകൾ പാകിസ്ഥാനിൽ പ്രചരിച്ചിരുന്നു. ഇത് പിന്നെ മറ്റു മാധ്യമങ്ങളും ഏറ്റുപിടിച്ചു. അതായത് പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇത്തരത്തിൽ വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. പിന്നാലെ
പിന്നാലെ വൈറ്റ് ഹൗസിൻ്റെ ഒരു വാർത്ത വരുന്നു. അതായത് ഇത്തരത്തിൽ ഒരു തരത്തിലും ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. വൈറ്റ് ഹൗസ് ഇത്തരത്തിൽ പാകിസ്ഥാൻ സന്ദർശിക്കുന്നതിനൊരു തീരുമാനമെടുത്തിട്ടില്ല. എങ്ങനെയാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നതെന്ന് തങ്ങൾക്കറിയില്ല. എന്തായാലും ഡൊണാൾഡ് ട്രംപിന് ഈ വരുന്ന സെപ്റ്റംബറിൽ പാകിസ്ഥാനിലേക്ക് പോകാനുള്ള ഒരു തീരുമാനവുമില്ല. അത്തരത്തിൽ ഒരു യാത്രകളും ചാർട്ട് ചെയ്തിട്ടില്ല. ഇതുവരെ ജൂൺ ജൂലൈ മാസത്തിൽ സ്കോട്ട്ലൻഡിലേക്ക് ഒരു യാത്ര ആണ് ഇതുവരെ ചാർട്ട് ചെയ്തിരിക്കുന്നത്. അതിനപ്പുറം സെപ്റ്റംബറിലേക്കുള്ള ഒരു യാത്രകളും ചാർട്ട് ചെയ്തിട്ടില്ല, പ്രത്യേകിച്ച് പാകിസ്ഥാനിലേക്ക്. ഇത് മാത്രമല്ല, പാകിസ്ഥാൻ മാധ്യമങ്ങൾ മറ്റൊരു കാര്യം പറയുന്നത്, ഇസ്ലാമാബാദിൽ സന്ദർശനത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയും സന്ദർശിക്കും, ഡൽഹി സന്ദർശിക്കുമെന്നും പാകിസ്ഥാൻ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിരുന്നു. എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വാർത്തകൾ വരുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതിന് പാകിസ്ഥാൻ ഈ വാർത്ത കൊടുത്ത പാകിസ്ഥാൻ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് അതിനൊരു വ്യക്തത വരേണ്ടത്. ആരാണ് ഇതിൻ്റെ സോഴ്സ്, എങ്ങനെയാണ് ഇവർക്ക് ഇത്തരത്തിലൊരു വാർത്ത കിട്ടിയത്, എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വാർത്ത ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചൊരു വാർത്ത കൊടുത്തത് എന്നുള്ളത് പാകിസ്ഥാൻ മാധ്യമങ്ങളാണ് വിശദീകരിക്കേണ്ടത്. എന്തായാലും ഇന്നലെ മുഴുവൻ നിറഞ്ഞു നിന്ന വാർത്ത ഇന്ന് വൈറ്റ് ഹൗസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി തന്നെ വാർത്ത മുഴുവൻ പൊളിഞ്ഞു പോയിരിക്കുകയാണ്. ശ്രീജ. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഇനി നമ്മൾ പോകുന്നത് എന്നിട്ട് എന്തായി എന്ന ചോദ്യത്തിലേക്കാണ്. ഒരു കാലത്ത് പ്രമാദമായതും ചർച്ച ചെയ്തതുമായ സംഭവങ്ങളുടെയും കേസുകളുടെയും ഒക്കെ ഇന്നത്തെ അവസ്ഥ എന്താണ്? പലപ്പോഴും നമുക്കറിയാം, ഒരു വാർത്ത വന്നാൽ അത് തന്നെയായിരിക്കും മുഴുവൻ സമയം മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. അത്തരം വാർത്തകളെക്കുറിച്ചുള്ള പ്രത്യേക റിപ്പോർട്ടാണ് എന്നിട്ട് എന്തായി. ഭക്ഷണത്തിൽ സയനൈഡ് കലർത്തി നൽകി ഉറ്റവരെ കൊന്നൊടുക്കിയ ജോളിയുടെ കഥ, കൂടത്തായിലെ ജോളിയുടെ കഥ കേരളം ഞെട്ടലോടെയാണ് കേട്ടത്. ജോളി ജയിലിലായി 6 വർഷങ്ങൾ കഴിയുമ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? വലിയ മാറ്റങ്ങളാണ് കൂടത്തായിലെ പൊന്നാമറ്റം വീടിനും ജോളിയോട് ചേർന്ന് നിന്നവരുടെ ജീവിതത്തിനും ഉണ്ടായത്. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വിരമിച്ച പൊന്നാമറ്റം ടോം തോമസ് ഭാര്യ അന്നമ്മയുടെ സഹോദരൻ MM മാത്യു, മഞ്ചാടിയിൽ ടോം തോമസിന്റെ സഹോദരപുത്രൻ ഷാജൂസ്കരയുടെ ഭാര്യ സിലി, മകൾ 2 വയസ്സുള്ള ആൽഫിൻ എന്നിവരാണ് അന്ന് കൊല്ലപ്പെട്ടത്. ഭക്ഷണത്തിൽ സൈനൈഡ് കലർത്തി നൽകി ഉറ്റവരെ കൊന്നൊടുക്കിയ കൂടത്തായി ജോളിയുടെ കഥ കേരളം ഞെട്ടലോടെയാണ് കേട്ടത്. ജോളി ജയിലിലായി 6 വർഷങ്ങൾ കഴിയുമ്പോൾ വലിയ മാറ്റങ്ങളാണ് കൂടത്തായിയിലെ പൊന്നാമറ്റം വീടിനും ജോളിയോട് ചേർന്ന് നിന്നവരുടെ ജീവിതത്തിനും സംഭവിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വിരമിച്ച പൊന്നാമറ്റം ടോം തോമസ്, ഭാര്യ അന്നമ്മ തോമസ്, അന്നമ്മയുടെ സഹോദരൻ MM മാത്യു മഞ്ചാടിയിൽ, ടോം തോമസിന്റെ സഹോദരപുത്രൻ ഷാജൂസ് കറിയയുടെ ഭാര്യ സിലി, മകൾ 2 വയസ്സുള്ള ആൽഫിൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. കൃത്യമായ ഇടവേളകളിൽ ഉണ്ടാകുന്ന ബന്ധുക്കളുടെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച് ടോം തോമസിന്റെ മകൻ 2019 കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. സ്വത്ത് തർക്കമാവാം പരാതിക്ക് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണം മുന്നോട്ടു പോയില്ല. KG സൈമൺ ജില്ലാ പോലീസ് മേധാവിയായി എത്തിയതോടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയും മരണങ്ങൾ കൊലപാതകമെന്ന് സ്ഥിരീകരിക്കുകയുമായിരുന്നു. കല്ലറകൾ തുറന്ന് മൃതദേഹങ്ങൾ തുറന്നെടുത്തതിന് പിന്നാലെ ജോളിയുടെ കൈകളിൽ വിലങ്ങു വീണു. കൊല്ലപ്പെട്ട സിലിയുടെ ശരീരത്തിൽ സൈനൈഡിന്റെ അംശമുണ്ടെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തി. സൈനൈഡ് ഉള്ളിൽ ചെന്നാണ് റോയ് തോമസിന്റെ മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. റോയ് തോമസിന്റെ മൃതദേഹം മാത്രമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. മറ്റ് 5 കൊലപാതകങ്ങളിലും ജോളി തന്റെ സ്വാധീനം ഉപയോഗിച്ച് പോസ്റ്റ്മോർട്ടം നടത്താതെ സംസ്കരിച്ചെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം. ജോളിക്ക് സൈനൈഡ് എത്തിച്ചു നൽകിയ ബന്ധു മഞ്ചാടിയിൽ MS മാത്യു, സ്വർണ്ണപ്പണിക്കാരനായ പ്രജികുമാർ എന്നിവരും അറസ്റ്റിലായി. ടോം തോമസിന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ വ്യാജ ഒസ്യത്തുണ്ടാക്കാൻ സഹായിച്ച CPM കട്ടാങ്ങൽ മുൻ ലോക്കൽ സെക്രട്ടറി E മനോജ് കുമാർ, വ്യാജ ഒസ്യത്ത് സാക്ഷ്യപ്പെടുത്തിയ നോട്ടറി അഡ്വക്കേറ്റ് C വിജയകുമാർ എന്നിവരും പിന്നീട് കേസിൽ പ്രതികളായി. ജോളിക്കെതിരായ കേസുകളിൽ വിചാരണ തുടരുകയാണ്.
ജോളിയുടെ അഭിഭാഷകനായ BH ആളൂരിന്റെ മരണത്തോടെ വിചാരണയുടെ വേഗം കുറഞ്ഞിട്ടുണ്ട്. ജോളിയുടെ ഭർത്താവ് ഷാജൂസ് കറിയയ്ക്ക് അടുത്തിടെ ജോളിയിൽ നിന്ന് വിവാഹമോചനവും ലഭിച്ചു. ജോളിയോ അഭിഭാഷകനോ സ്ഥിരമായി കേസിൽ ഹാജരാകാത്ത സാഹചര്യത്തിലാണ് എക്സ് പാർട്ടി ഉത്തരവ് ഷാജുവിന് ലഭിച്ചത്. ഷാജുവിനോടുള്ള ജോളിയുടെ പ്രണയവും കൊലപാതകത്തിന് പിന്നിലെ കാരണങ്ങളിലൊന്നായി പോലീസ് കണ്ടെത്തി. ഷാജൂസ് കറിയയുടെ ഭാര്യയെയും മകളെയും വകവരുത്തിയത് ഷാജുവിനെ സ്വന്തമാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ്. പിന്നീട് ജോളി പദ്ധതിയിട്ട പ്രകാരം കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. തന്നെ ജോളി കുടുക്കുകയായിരുന്നുവെന്നാണ് ഷാജു ഇപ്പോൾ പറയുന്നത്. വിവാഹബന്ധം ഒഴിവാക്കിയതിൽ ആശ്വാസമുണ്ടത്രേ. എന്താണ് അവർക്ക് നമ്മൾ അങ്ങനെയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതങ്ങനെ മോശമായിട്ട് പെരുമാറ്റ ആവശ്യമില്ല. അവർക്ക് അങ്ങനത്തെ ഒരു ഇതുമില്ല, ചേർക്കുന്ന ഒരു ഫീലൊന്നും വന്നില്ല. അതെ, അവർക്ക് അങ്ങനത്തെ കിട്ടുന്നില്ലല്ലോ. ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ, ഇല്ലല്ലോ. അല്ല, അങ്ങനെ ഒരു ഇൻവോൾവ്മെന്റും അല്ലേ? ഇൻവോൾവ്മെന്റ് അവർക്ക് സാറ് ചിന്തിക്കാവുന്ന കാര്യമല്ലേ. രണ്ടാം കല്യാണം കഴിക്കുന്നുള്ള ഇത് മാത്രമേ സംഭവിച്ചുള്ളൂ. അതാണ് നമ്മള് അതിലേക്ക് നമ്മൾ വീണു പോയതല്ലേ, നമ്മൾ അങ്ങോട്ട് കയറി ചടി വീണതല്ലേ, വീഴ്ത്തിയല്ലേ. ജോളി ജയിലിലായി 6 വർഷം കഴിയുമ്പോൾ പൊന്നാമറ്റം വീട്ടിലും വലിയ മാറ്റങ്ങളുണ്ട്. വർഷങ്ങളായി കാടുപിടിച്ചു കിടന്ന വീടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ അടുത്തിടെ പൂർത്തിയാക്കി. വീടിന്റെ പെയിന്റ് റോസിൽ നിന്ന് വെള്ളയാക്കി മാറ്റി. ജോളിയുടെ ഓർമ്മകൾ വീണ്ടും എത്താതിരിക്കാൻ വീട്ടിലെ ഫർണിച്ചറുകൾ പോലും മാറ്റിക്കളഞ്ഞതായി അയൽവാസികൾ പറയുന്നു. ജോളിയുടെ മകന്റെ വിവാഹം കഴിഞ്ഞ ദിവസമാണ് നടന്നത്. വിവാഹശേഷം വധൂവരന്മാർ വിദേശത്തേക്ക് പോവുകയും ചെയ്തു. ഓള് പോയതിന് ശേഷം വീടൊക്കെ പെയിന്റൊക്കെ മാറ്റി, പുതിയ പെയിന്റിങ്ങൊക്കെ കഴിഞ്ഞ്, ഇപ്പോൾ മോനെ കല്യാണമൊക്കെ കഴിഞ്ഞ്. കല്യാണം കഴിയുന്ന ഒരു 4 ദിവസമൊക്കെ ഇവിടെ നിന്ന് വരും. തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്നു പറയുന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ വരലുണ്ട്. പിന്നെ ജോളി ഭർത്താവിന് അന്യ വരലുണ്ട്, പിന്നെ അപ്പങ്ങൾ വരലുണ്ട്. എല്ലാവരും കുറച്ച് ദിവസം ഇവിടെ വന്ന് താമസാക്കും, പിന്നെ അവരങ്ങ് തിരിച്ചു പോകും. നമ്മളാ ചെയ്തെന്ന് ഓർത്തപ്പോൾ അങ്ങ് പെട്ടെന്ന് ഞെട്ടാതിരിക്കുമോ. പിന്നെ സാറിനെ ടീച്ചറെ ഓളെ ഭർത്താവിനെ കോള് കൊണ്ടുപോയെന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഷോക്കായിപ്പോയി. പെട്ടെന്ന് കേട്ടപ്പോൾ പൊന്നാമറ്റം വീടും അനുബന്ധ സ്വത്തുക്കളും കൈയടക്കുന്നതിനായി ജോളി തയ്യാറാക്കിയ വ്യാജ ഒസ്യത്ത് വിചാരണ നടപടികൾ പുരോഗമിക്കുന്നതിനിടെ റദ്ദാക്കിയിരുന്നു. ടോം തോമസിന്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കുമടക്കം തുല്യ അവകാശമാണ് സ്വത്തുക്കളിലുള്ളത്. എന്നിട്ടെന്തായി? ഇതുപോലെയുള്ള പ്രമാദമായ പല കേസുകളിലേക്കും ഒരു അന്വേഷണം നടത്തും. വരും ദിവസങ്ങളിലും നമുക്ക് ഈ സെഗ്മെന്റിലൂടെ അത് കാണാം. മറ്റ് വാർത്തകളിലേക്ക്. രാജ്യത്തെ കോർപ്പറേറ്റ് മേഖലയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു കൊച്ചി സ്വദേശിയായ അന്ന സെബാസ്റ്റ്യന്റെ മരണം. ഏണസ്റ്റ് ആൻഡ് യങ് എന്ന കമ്പനിയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി പ്രവർത്തിച്ചു വന്ന അന്ന കഴിഞ്ഞ ജൂലൈയിലാണ് താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണ് മരിച്ചത്. ജോലിക്ക് കയറി 4 മാസം തികയും മുൻപായിരുന്നു മരണം. അമിത ജോലി ഭാരത്തെ തുടർന്നാണ് മകൾ മരിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഏൺസ്റ്റ് ആൻഡ് യങ് കമ്പനിയുടെ പൂനെ ക്യാമ്പസിലാണ് അന്ന സെബാസ്റ്റ്യൻ ജോലി ചെയ്തിരുന്നത്. 27-കാരിയായ അന്നയുടെ മരണകാരണം ഹൃദയാഘാതമാണെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. പൂനെയിലെ താമസ സ്ഥലത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. അമിത ജോലിഭാരത്തെക്കുറിച്ച് അന്ന പലപ്പോഴും കുടുംബത്തോട് പറഞ്ഞിരുന്നു. മരിക്കുന്നതിന് തൊട്ടുമുൻപുള്ള ദിവസങ്ങളിലും അന്നയ്ക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ അമിത ജോലിഭാരത്തിൽ നിന്ന് ഒരിളവും കമ്പനി നൽകിയിരുന്നില്ല. അമ്മ അനിത അഗസ്റ്റിൻ അന്നയുടെ കമ്പനി മേധാവിമാർക്കയച്ച വൈകാരികമായ കത്തിൽ നിന്നാണ് അന്ന സെബാസ്റ്റ്യൻ മരണത്തിന് കീഴടങ്ങിയത് അമിത ജോലിഭാരം മൂലമുണ്ടായ സമ്മർദ്ദത്തെ തുടർന്നാണെന്ന് പുറം ലോകം അറിഞ്ഞത്. അന്നയുടെ മാനേജറുടെ സമീപനം അസഹനീയമായിരുന്നുവെന്നും അന്ന സെബാസ്റ്റ്യനൊപ്പം ജോലി ചെയ്തിരുന്ന 6 പേർ കടുത്ത ജോലി സമ്മർദ്ദം താങ്ങാതെ രാജിവെച്ചിരുന്നുവെന്നും അന്നയുടെ കുടുംബം വെളിപ്പെടുത്തിയിരുന്നു. സംഭവം വൻ വിവാദമായതിനെ തുടർന്ന് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ തൊഴിൽ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മന്ത്രാലയം സ്വീകരിക്കുന്ന നടപടികളും വിശദമാക്കണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കി. വൻ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നതോടെ സംഭവം അതീവ ദാരുണമാണെന്നും കമ്പനിയിലെ തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്താൻ പരിശ്രമിക്കുമെന്നും ഏൺസ്റ്റ് ആൻഡ് യങ് പ്രതികരിച്ചു. എന്നാൽ നാളിതുവരെയായിട്ടും ആരുടെ ഭാഗത്തുനിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ന്യൂസ് 18 കൊച്ചി. കായംകുളത്ത് നടത്തിയ എൻ്റെ ക്യാമ്പസാണ് എൻ്റെ ലഹരി എന്ന ക്യാമ്പയിന് സമാപനം. കായംകുളം കിറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പയിനിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി, സജി ചെറിയാൻ, പി പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു.
സ്കൂൾ അവധിക്കാലം ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണമാക്കിയ ശ്രദ്ധേയ മാതൃകയാണ് കായംകുളം കൊച്ചുകുളങ്ങര കിറ്റ് ഇംഗ്ലീഷ് സ്കൂളിലെ കുട്ടികൾ കാഴ്ചവെച്ചത്. സ്കൂളിന്റെ പരിസര പ്രദേശങ്ങളിലെ വീടുകൾ കേന്ദ്രീകരിച്ച് ലഘുലേഖ വിതരണം, ബോധവൽക്കരണ സൈക്കിൾ റാലി തുടങ്ങിയവ സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ക്യാമ്പയിനിന്റെ സമാപന ഉദ്ഘാടനം ചെയ്തത്. ലഹരി ഉപയോഗിക്കുന്നത് അന്ധകാരമാണ്, ഇരുട്ടാണ്. ആ ഇരുട്ടിലേക്കുള്ള പ്രകാശമായി നമ്മുടെ ഈ നീക്കം മാറണം. ഞാൻ ഒരിക്കൽ കൂടി ഇതിന് നേതൃത്വം കൊടുത്ത മാനേജ്മെന്റിനെയും PTA എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. കേരളത്തിലെ അധ്യാപകർക്കും കേരളത്തിലെ മാനേജ്മെന്റിനും PTA-ക്കും എല്ലാം ഈ വിദ്യാഭ്യാസ സ്ഥാപനം, ഈ വിദ്യാലയം ഒരു മാതൃകയായി മാറട്ടെ. മറ്റുള്ളവർ കൂടി ഇത്തരം പ്രസ്ഥാനങ്ങൾ തുടങ്ങാൻ നമ്മളിത് അവസാനിപ്പിക്കരുത്. ഒരു ക്യാമ്പയിനാണ്, അതിൻ്റെ തുടർച്ച നമുക്കുണ്ടായിക്കൊണ്ടിരിക്കണം. മന്ത്രിമാരായ വി ശിവൻകുട്ടി, സജി ചെറിയാൻ, പി പ്രസാദ്, മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, MP-മാരായ A റഹീം, ഹൈബി ഈഡൻ, ജോൺ ബ്രിട്ടാസ് തുടങ്ങി നിരവധി പേർ ക്യാമ്പയിനിന്റെ ഭാഗമായിരുന്നു. സ്കൂൾ ചെയർമാൻ ഡോക്ടർ ഒ ബഷീർ, മാനേജർ H സിയാദ്, പ്രിൻസിപ്പൽ സിബിച്ചൻ മാത്യു എന്നിവർ സംസാരിച്ചു. ന്യൂസ് 18 കായംകുളം. പാലക്കാട് പട്ടാമ്പി മുതുതല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇനി മുതൽ വൈകുന്നേരങ്ങളിലും ചികിത്സ. നിരവധി പേർ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ ഈവനിംഗ് OPക്ക് തുടക്കമായി. ഇതോടെ രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ ആശുപത്രിയിൽ ചികിത്സാ സേവനം ലഭിക്കും. പാലക്കാട് ജില്ലയിലെ വലിയ ആരോഗ്യ കേന്ദ്രങ്ങളിലൊന്നാണ് പട്ടാമ്പി മുതുമല പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം. ആധുനിക സൗകര്യങ്ങളോടെ മാസങ്ങൾക്ക് മുൻപ് പ്രവർത്തനം തുടങ്ങിയ ആശുപത്രിയിൽ ദിനേന നിരവധി ആളുകൾ ചികിത്സയ്ക്കെത്തുന്നുണ്ട്. ഇനി മുതൽ രാവിലെ 9 മുതൽ വൈകുന്നേരം 6 മണിവരെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സേവനം ലഭിക്കും. ഇന്ന് ഇവിടെ ഉദ്ഘാടനം നടക്കുന്നത് വൈകുന്നേരം വരെ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം കൂടി ഒരുക്കി കുടുംബാരോഗ്യം എന്താണ് വിഭാവനം ചെയ്യുന്നത് അത് ലഭ്യമാകുന്ന പ്രവർത്തനം കൂടിയാണ് നടക്കുന്നത്. പുതിയ ഡോക്ടറെ, അതായത് 3ാമത്തെ ഒരു ഡോക്ടറെ കൂടി നിയമിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഒരു നഴ്സിനെയും. ഇത് രണ്ടും പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ച് ഫണ്ട് ലഭ്യമാക്കി. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള 2 സ്റ്റാഫുകൾക്ക് HMCയിൽ നിന്നും അവർക്കുള്ള പണം കൊടുത്തുകൊണ്ട് 4 സ്റ്റാഫുകളെയാണ് ഇവിടെ അഡീഷണൽ ആയിട്ട് കൊണ്ടുവരുന്നത്. നിലവിൽ ഉച്ചവരെയാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. അതിനാൽ വലിയ തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. ഈവനിംഗ് OP ആരംഭിക്കുന്നതോടെ ആശുപത്രിയിലെത്തുന്നവർക്ക് വലിയ ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 പട്ടാമ്പി. പുരുഷന്മാരുടെ കുത്തകയാണ് പൂരക്കളി. ഈ പൂരക്കളി എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് പുരുഷന്മാർ ചുവട് വയ്ക്കുന്നതാണ്. പക്ഷേ അവിടെ സ്ത്രീകളൊന്ന് ചുവട് മാറ്റി കളിക്കുകയാണ്. കാസർഗോഡ് മടിക്കൈ നാദക്കോട്ട് കഴകം ഭഗവതി ക്ഷേത്രത്തിലെ വനിതാ കൂട്ടായ്മയാണ് പൂരക്കളി ശീലുകൾക്കൊപ്പം മനോഹരമായി ചുവട് വെച്ചത്. വടക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിലും കഴകങ്ങളിലും പൂരോത്സവ നാളുകളിലാണ് പൂരക്കളി അരങ്ങേറാറുള്ളത്. പൊതുവെ പുരുഷന്മാർ അവതരിപ്പിക്കുന്ന ഒരു കലാരൂപം കൂടിയാണിത്. വളരെ അപൂർവമായി മാത്രമാണ് പൂരക്കളി ശീലിനൊപ്പം യുവതികൾ ചുവടുവയ്ക്കുക. മടിക്കൈ നാദക്കോട്ട് കഴകം ഭഗവതി ക്ഷേത്രത്തിലെ വനിതാ കൂട്ടായ്മയാണ് പൂരക്കളി പ്രദർശനത്തിന്റെ ഭാഗമായി പരമ്പരാഗതമായ രീതിയിൽ പൂരക്കളി ഈരടിക്കൊപ്പം ചുവടുവെച്ചത്. കേരള പൂരക്കളി കലാ അസോസിയേഷന്റെ 9ാം സംസ്ഥാന സമ്മേളനത്തിന്റെ സാംസ്കാരിക പരിപാടിയുടെ ഭാഗമായാണ് വനിതകളുടെ പൂരക്കളി അവതരിപ്പിച്ചത്. മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെയുള്ള 9 ദിവസങ്ങളിൽ നടക്കുന്ന ഒരു അനുഷ്ഠാന കലയാണ് പൂരക്കളി. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ പങ്കെടുക്കും. പൂരക്കളിയിൽ ഉപയോഗിക്കുന്ന വേഷവിധാനങ്ങളും ചടങ്ങുകളും സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ വ്യത്യസ്തതയും ഉള്ളതാണ്. പൂരക്കളിപ്പാട്ടുകളെ പൂരമാലകൾ അല്ലെങ്കിൽ 18 നിറങ്ങൾ എന്നാണ് വിളിക്കുന്നത്. പൂരമാലയിലെ 18 നിറങ്ങൾക്കും അതിൻ്റേതായ രാഗങ്ങളും ചുവടുകളുമുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. പട്ടാമ്പിയിലെ 3 സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ. നടുവട്ടം, വല്ലപ്പുഴ, കൊടുമുണ്ട എന്നിവിടങ്ങളിലാണ് സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ യാഥാർത്ഥ്യമായത്. നടുവട്ടം ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ, വല്ലപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂൾ, കൊടുമുണ്ട ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചത്. 4,60,00,000 രൂപയാണ് ചെലവ്.
വിദ്യാഭ്യാസ വകുപ്പിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് നിർമ്മാണം. പൊതുവിദ്യാലയങ്ങൾ മികച്ചതാകുകയും വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ക്ലാസ് മുറികളുടെ പരിമിതികൾക്ക് പരിഹാരമായാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചത്. പട്ടാമ്പി മണ്ഡലത്തിലെ 3 പ്രധാനപ്പെട്ട വിദ്യാലയങ്ങളിലെ കെട്ടിടങ്ങളാണ് ഈ കാലയളവിൽ പൂർത്തീകരിച്ച് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. ഒന്ന് വല്ലപ്പുഴയിലെ ഹൈസ്കൂളിൽ ഒരു കെട്ടിടം 1,30,00,000 രൂപ അനുവദിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം. അതോടൊപ്പം തന്നെ നമ്മുടെ കൊടുമുട്ട സ്കൂളിൽ 1,30,00,000 രൂപ ചെലവഴിച്ചുകൊണ്ട് പൂർത്തീകരിച്ച കെട്ടിടത്തിൻ്റെയും അതുപോലെ ഇവിടെ 2 കോടി ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച കെട്ടിടത്തിൻ്റെയും ഉദ്ഘാടനമാണ് 21-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്നത്. മണ്ഡലത്തിലെ മികവിന്റെ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വിദ്യാലയമായ നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. കൊടുമുണ്ട ഗവൺമെന്റ് ഹൈസ്കൂളിലും വല്ലപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂളിലും 1,30,00,000 രൂപ വീതം ചെലവഴിച്ച് കെട്ടിടം നിർമ്മിച്ചു. നടുവട്ടം സ്കൂളിൽ 5 കോടി രൂപയുടെ കെട്ടിടം നേരത്തെ തന്നെ പൂർത്തീകരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒരു ഓപ്പൺ ഓഡിറ്റോറിയത്തിനും സൗന്ദര്യവൽക്കരണത്തിനുമുള്ള ഫണ്ടും അനുവദിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. പാലക്കാട് തൃത്താല ഞാങ്ങാട്ടിരിയിൽ പേവിഷബാധ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. പ്രദേശവാസികളെ കടിച്ച നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് നടപടി. തെരുവ് നായ്ക്കളെ പിടികൂടി വാക്സിനേഷനും നൽകുന്നുണ്ട്. ഞായറാഴ്ചയാണ് തൃത്താല ഞാങ്ങാട്ടിരിയിൽ തെരുവുനായ ആക്രമണമുണ്ടായത്. 4 പേർക്ക് കടിയേറ്റു. തിങ്കളാഴ്ച നായയെ ചത്ത നിലയിൽ കണ്ടെത്തുകയും പരിശോധനയിൽ പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതോടെ ജനങ്ങൾ ആശങ്കയിലായി. തുടർന്നാണ് തൃത്താല പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയത്. പേവിഷബാധയേറ്റ നായ മറ്റ് നായകളെയും വളർത്തുമൃഗങ്ങളെയും കടിച്ചിട്ടുണ്ടാകാം എന്ന നിഗമനത്തിൽ പ്രതിരോധ കുത്തിവയ്പ് നൽകുന്ന പ്രവർത്തനം ആരംഭിച്ചു. തൃത്താല ഗ്രാമപഞ്ചായത്തും മൃഗാശുപത്രിയും ചേർന്നാണ് വാക്സിനേഷൻ നടത്തുന്നത്. വയനാട്ടിൽ നിന്നുള്ള പട്ടിപിടുത്തക്കാർ തെരുവുനായ്ക്കളെ പിടികൂടും. തുടർന്ന് വാക്സിൻ നൽകും. എങ്കിലും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ പറഞ്ഞു. മുഴുവൻ നായ്ക്കളെ തെരുവു നായ്ക്കളെ മുഴുവനും വാക്സിൻ എടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. ഇന്ന് രാവിലെ 6:30 മുതൽ അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഏകദേശം ഒരു 10 മണിയാകുമ്പോഴേക്കും തന്നെ 60-ലധികം നായ്ക്കളെ വാക്സിൻ എടുത്തു. നല്ല ജാഗ്രത വേണം. കുട്ടികളെ വിടുമ്പോഴും സ്കൂളിൽ കൊണ്ടുവന്ന് വിടുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് അതോടനുബന്ധിച്ച് പറയാനുള്ളത്. ജനവാസ മേഖലകൾ, ടൗണുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. തൃത്താല മൃഗാശുപത്രിയിലെ ഡോക്ടർ അമൽ ശശി, അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ സാജു തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വാക്സിനേഷൻ നൽകിയത്. ഇതോടൊപ്പം പേവിഷബാധ സ്ഥിരീകരിച്ച നായയുടെ സാന്നിധ്യമുണ്ടായ ഇടങ്ങളിൽ ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തിവരുന്നുണ്ട്. ന്യൂസ് 18 തൃത്താല. അവാർഡ് തിളക്കത്തിലാണ് കായംകുളം താലൂക്ക് ആശുപത്രിയും ചേരാവള്ളി ആരോഗ്യ കേന്ദ്രവും. കായകൽപ അവാർഡ് നേടിയതിലൂടെ മികവിന്റെ കേന്ദ്രങ്ങളാണെന്ന് ഒരിക്കൽ കൂടി ലോകത്തെ അറിയിക്കുകയാണ് ഈ 2 ആശുപത്രികൾ. തുടർച്ചയായി 2ാം തവണയാണ് സംസ്ഥാന കായകൽപ് കമന്റേഷൻ അവാർഡ് നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള താലൂക്ക് ആശുപത്രിക്ക് ലഭിക്കുന്നത്. 4 വർഷത്തിനിടെ ഒട്ടേറെ വികസന പദ്ധതികൾ താലൂക്ക് ആശുപത്രിക്കായി നടപ്പിലാക്കിയെന്ന് നഗരസഭാ അധ്യക്ഷ P ശശികല പറഞ്ഞു. നിലവിലുള്ള ജീവനക്കാരും ഓഫീസ് സ്റ്റാഫ്, നഴ്സുമാർ, ഡോക്ടർമാർ, അതുപോലെ തന്നെ പിരിഞ്ഞു പോയിട്ടുള്ള ആളുകളടക്കം ഉള്ളവരുടെ ശ്രമഫലമായിട്ടാണ് ഈ തുടർച്ചയായിട്ട് തന്നെ കായകൽപ അവാർഡ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ നാട്ടിലുള്ള ഈ ആസ്പത്രിയെ സ്നേഹിക്കുന്ന അഭ്യുദയകാംക്ഷികളിൽ നിന്നടക്കം ഫണ്ട് ശേഖരിച്ചിട്ട് 2 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് ആ റോഡ് നമുക്ക് നവീകരിക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെയാണ് ആസ്പത്രിയുടെ ചുറ്റുപാടും എല്ലാം തന്നെ വൃത്തിയാക്കി ചുറ്റുമതിലുകളെല്ലാം തന്നെ പെയിന്റ് അടിച്ച് ചിത്രങ്ങൾ വരച്ച്. യു പ്രതിഭ MLA ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ മുടക്കി ലാബിനുള്ള കെട്ടിടം പൂർത്തീകരിച്ചു. 3.25 കോടി രൂപ ചെലവഴിച്ച് MCH ബ്ലോക്കിന്റെയും IC യൂണിറ്റിന്റെയും പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഡയാലിസിസ് യൂണിറ്റ്, എക്സ്റേ യൂണിറ്റ്, ഫാർമസി, ലാബ്, ECG, ആംബുലൻസ് സേവനം തുടങ്ങിയവയെല്ലാം 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാക്കി. ലാബിലേക്ക് ആധുനിക ഉപകരണങ്ങൾ വാങ്ങി. ക്യാൻസർ നിർണയ ടെസ്റ്റ്, തൈറോയിഡ്, അലർജി പരിശോധന ഉൾപ്പെടെ 40-ലേറെ ടെസ്റ്റുകൾ നടത്തുന്നതിനുള്ള ഉപകരണങ്ങളാണ് നഗരസഭ വാങ്ങി നൽകിയത്. അസ്ഥിരോഗ വിഭാഗത്തിനായി 25 ലക്ഷം രൂപ വിലയുള്ള ഉപകരണങ്ങൾ വാങ്ങി നൽകി. പുതിയ കെട്ടിടത്തിൽ സോളാർ പാനൽ സ്ഥാപിച്ചു. നഗരസഭ മുൻകൈയെടുത്ത് ഡോക്ടേഴ്സ് ഫോർ യു എന്ന സംഘടനയുമായി ചേർന്ന് 1 കോടി 10 ലക്ഷം രൂപ മുടക്കി ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിച്ചു. ചേരാവള്ളിയിൽ പ്രവർത്തിക്കുന്ന ഏർബൻ പബ്ലിക് ഹെൽത്ത് സെന്ററിനും വർഷങ്ങളായി മികച്ച പ്രവർത്തനത്തിനുള്ള സംസ്ഥാന കായകൽപ് അവാർഡ് ലഭിക്കുന്നുണ്ട്. ഇവിടെയും വലിയ വികസന പദ്ധതികളാണ് നഗരസഭ നടത്തിവരുന്നത്. ന്യൂസ് 18 കായംകുളം. ജലവൈദ്യുത പദ്ധതിക്കായി വൻതോതിൽ പാറ പൊട്ടിച്ചതോടെ കോഴിക്കോട് കൂടരഞ്ഞി പ്രദേശവാസികൾ ഭീതിയിൽ. നിരവധി വീടുകളുടെ ചുമരും കോൺക്രീറ്റും വിണ്ടുകീറി വീടുകൾക്ക് ബലക്ഷയവും ചോർച്ചയുമുണ്ടായി.
നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ ചെറുകിട ജലവൈദ്യുതി പദ്ധതിയുടെ നിർമ്മാണത്തിനായി 11 ഏക്കർ സ്ഥലത്ത് വൻതോതിൽ പാറ പൊട്ടിച്ചതോടെയാണ് തൊട്ടടുത്തുള്ള നിരവധി വീടുകളുടെ ചുമരും കോൺക്രീറ്റും വിണ്ടുകീറി വീടുകൾക്ക് ബലക്ഷയവും ചോർച്ചയുമുണ്ടായത്. പാറ പൊട്ടിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പ്രശ്നം KSEB ഉദ്യോഗസ്ഥരെയും കരാർ കമ്പനിയായ ആരിക്കോൺ അധികൃതരെയും അറിയിച്ചിരുന്നു. എല്ലാ നാശത്തിനും നഷ്ടപരിഹാരം നൽകുമെന്ന് KSEB ഉദ്യോഗസ്ഥൻ കത്ത് നൽകിയിരുന്നെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. എന്നാൽ കരാർ കമ്പനിയും KSEBയും ഇപ്പോൾ കൈമലർത്തുകയാണ്. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല. ഇവിടുത്തെ ഇതിപ്പോൾ ഒരു ജലവൈദ്യുതി പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ സ്ഥലം ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ കാണുന്നത് മുഴുവനും. അപ്പോൾ അതിൻ്റെ പ്രവൃത്തിയാണ് ഈ നടക്കുന്നത് മുഴുവനും. ഇതിനകത്ത് ഒരുപാട് കല്ലുകൾ ഉണ്ടായിരുന്നു. വലിയ വലിയ കല്ലുകൾ, നിങ്ങൾക്ക് ഇതിന് പുറകിൽ കാണുന്നത് പോലെയുള്ള വലിയ വലിയ കല്ലുകൾ ഉണ്ടായിരുന്നു. ആ കല്ലുകൾ മുഴുവനും പുറത്തേക്ക് കൊണ്ടുപോയി അന്ന് അവർ പറഞ്ഞത് ഇത് മുഴുവനും പൊട്ടിച്ചിട്ട് തിരിച്ച് മെറ്റലാക്കി കൊണ്ടുവരുമെന്നൊക്കെയാണ് പറഞ്ഞത്. അതൊന്നും നടപടിയുള്ള കേസല്ലാന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് കണ്ടാലറിയാം. അതുപോലെയാണ് ഇത് മുഴുവൻ പുറത്തേക്ക് പോയത്. അപ്പോൾ അങ്ങനെ പോയ സമയത്ത് ഇത് കല്ല് പൊട്ടിക്കുക എങ്ങനെ സംഭവിച്ചപ്പോൾ നമ്മുടെയൊക്കെ ഒരുപാട് വീടുകൾക്ക് താമസിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തി. ഉഗ്രസ്ഫോടനത്തോടു കൂടിയാണ് കല്ലുകൾ പൊട്ടിച്ചത്. അത് കാരണം ഞങ്ങളുടെ വീടുകൾ മുഴുവൻ ചോർച്ചയും വിള്ളലും സംഭവിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ഞങ്ങൾ പലപ്പോഴായിട്ട് പഞ്ചായത്ത് അധികൃതർ, റവന്യൂ, കളക്ടർ, കോടതി, അതുപോലെ തന്നെ MLA എല്ലാവരെയും ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടും എല്ലാവരും റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. KSEBയുടെ പ്രോജക്റ്റ് മാനേജറെ കണ്ടു. ആര്യക്കോൺ എന്നുള്ള കമ്പനിയാണ് ഇത് ഏറ്റെടുത്തേക്കുന്നത്. അവരോടും നമ്മളിത് സംസാരിച്ചിരുന്നു. അവരും അനുഭാവം പദ്ധതിയിൽ ഞങ്ങൾക്ക് അതിൻ്റെ നഷ്ടങ്ങൾ തരാം എന്ന് പറഞ്ഞതല്ലാതെ തരാം ഈ വാക്ക് മാത്രമേ ഉള്ളൂ. ലോൺ എടുത്തും പഞ്ചായത്തിന്റെ സഹായത്തോടെയും പുതുതായി നിർമ്മിച്ച വീടുകളാണ് സ്ഫോടനം കാരണം വിള്ളൽ വീണ് തകർച്ചാ ഭീഷണി നേരിടുന്നത്. ഭക്ഷണം പാകം ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് വീട്ടുകാർ. ഇതിനകത്ത് അവരോട് നമ്മൾ ഒരുപാട് പരാതിയും കാര്യങ്ങളും കൊടുത്തപ്പോൾ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ചെയ്തു തരാൻ പറഞ്ഞാൽ ചെയ്ത്. ലാസ്റ്റ് അവർ ചെയ്തു തരില്ല. അപ്പോൾ മാനേജർ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങോട്ട് കാശ് കൊടുക്കാനുള്ള സിസ്റ്റത്തിലാണ് അവിടെ ഈ അറാംകോ കമ്പനിയുടെ മാനേജർ നമ്മളോട് സംസാരിക്കുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കാര്യങ്ങൾ. വീടെല്ലാം പൊട്ടി എല്ലാം നാശമായി കിടക്കുന്നു. ഞങ്ങളുടെ ഇവിടുത്തെ സ്ഥിതി KSEBന്റെ ഭാഗമായിട്ട് ഇവിടെ കല്ല് പൊട്ടിച്ച് ഞങ്ങളുടെ പേര വിണ്ട് കയറി ഇപ്പോൾ അവർ വന്ന് നോക്കിപ്പോയി ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു തരാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അതിൻ്റെ ഒരു ഇതുമില്ല. അവരോട് ഇതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരമായിട്ട് എന്തെങ്കിലും തരണം. അവരോട് പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു നോക്കി, ഒന്നും പറഞ്ഞിട്ടില്ല. തരാമെന്ന് പറഞ്ഞല്ലാതെ തന്നിട്ടില്ല. നാശനഷ്ടം സംഭവിച്ചവർ മാസ് പെറ്റീഷൻ നൽകിയാൽ വിഷയത്തിൽ ഇടപെടുമെന്ന് PV അൻവർ പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ ഉണ്ടാക്കിയ ഒരു പ്രൊജക്റ്റിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യാൻ സർക്കാർ മോറലി കമ്മിറ്റഡ് ആണ്. പക്ഷെ അത് നടന്നിട്ടില്ല. ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നതായതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ആരും സംസാരിക്കാനുണ്ടായില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടമുണ്ടായ വീട്ടുകാർ പറയുന്നു. അതൊരു ജനറൽ ഇവർ പറയുന്ന രീതിയിലാണ് കാര്യമെങ്കിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു പരാതി തയ്യാറാക്കി നൽകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് ആ രീതിയിലുള്ള ഒരു പൊതു കംപ്ലൈൻറ്റ് വരുമ്പോൾ എങ്ങനെയാണ് അതിൽ ഇടപെടാൻ പറ്റുക എന്ന് ആലോചിച്ച് ഇടപെട്ടവരെ സഹായിക്കുക എന്നത് മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ ചെയ്യാനുള്ളത്. പ്രശ്നത്തിന് പരിഹാരം കാണാൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ന്യൂസ് 18 മുക്കം. ഇനി സ്പെഷ്യൽ ഡിവിഷൻസിലേക്കാണ്. ഇന്ന് കൊല്ലം കടക്കൽ സ്വദേശിയായ വിനീതയുടെയും റാഷിദിൻ്റെയും വിവാഹ വാർഷികമാണ്. വിനീതയ്ക്കും റാഷിദിനും ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷിക ആശംസകൾ. ഹാപ്പി ആനിവേഴ്സറി. വാർത്തകളിൽ നിന്ന് രാവിലെയിൽ നിന്നൊരു ചെറിയ ഇടവേള എടുത്ത് നമുക്ക് പോലീസ് പെട്രോൾ കാണാം. മടങ്ങിയെത്താം.